ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ജാബ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടറ്റ് സയൻസിലെ മോഷനെ കുറിച്ചാണ്. Motion. What is motion? It is the change in the position of a body with time. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ പൊസിഷനിൽ വരുന്ന മാറ്റമാണ് മോഷൻ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാർ അല്ലെങ്കിൽ താഴേക്ക് ചലിക്കുന്ന ഒരു ബോൾ, ഇവയൊക്കെയാണ് മോഷൻ്റെ എക്സാമ്പിൾസ്. മോഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ: if a body travels equal distances in equal interval of time, it is said to be uniform motion. അതായത് ഏകീകൃത ചലനം. ഒരു ബോഡി തുല്യ ഇടവേളകളിൽ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്നുവെങ്കിൽ അത് ഏകീകൃത ചലനം, യൂണിഫോം മോഷൻ. എക്സാമ്പിൾസ് ഓഫ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് ക്ലോക്കിൻ്റെ നീഡിലിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റും, ഇവയൊക്കെ യൂണിഫോം മോഷൻ്റെ എക്സാമ്പിൾസ് ആണ്. നോൺ യൂണിഫോം മോഷൻ അഥവാ ഏകീകൃതമല്ലാത്ത ചലനം. ഇഫ് എ ബോഡി ട്രാവൽസ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ഇറ്റ് ഇസ് സെറ്റ് ടു ബി ഇൻ നോൺ യൂണിഫോം മോഷൻ. ഒരു ബോഡി തുല്യ ഇടവേളകളിൽ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അത് നോൺ യൂണിഫോം മോഷൻ. ഫോർ എക്സാമ്പിൾ, ബൗൺസിങ് ബോൾ. ബൗൺസ് ചെയ്യുന്ന ഒരു ബോൾ നോൺ യൂണിഫോം മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മോഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ മെയിൻലി 4 types of motions: translational motion, rotational motion, periodic motion and non-periodic motion. First one, translational motion അല്ലെങ്കിൽ വിവർത്തന ചലനം. ഒരു വസ്തുവിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു നിശ്ചിത സമയത്ത് ഒരേ ദൂരം സഞ്ചരിക്കുന്ന ഒരു തരം ചലനത്തെയാണ് വിവർത്തന ചലനം എന്ന് വിളിക്കുന്നത്. റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ആകാശത്ത് പറക്കുന്ന പക്ഷികൾ, താഴേക്ക് പോകുന്ന കുട്ടി, ഇവയൊക്കെ വിവർത്തന ചലനത്തിന്, ട്രാൻസ്ലേഷണൽ മോഷന് എക്സാമ്പിൾസ് ആണ്. ട്രാൻസ്ലേഷണൽ മോഷൻ മെയിൻലി 2 തരത്തിലുണ്ട്: റെക്റ്റിലീനിയർ മോഷൻ ആൻഡ് കർവിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ: ഇറ്റ് ഈസ് വെൻ ആൻ ഒബ്ജക്റ്റ് ഇൻ എ ട്രാൻസ്ലേഷണൽ മോഷൻ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ട്രാൻസ്ലേഷണൽ മോഷനിലുള്ള ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് റെക്റ്റിലീനിയർ മോഷൻ. ഫോർ എക്സാമ്പിൾ, കാർ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് റോഡ്. നേരായ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാറോ ട്രെയിനോ ഒക്കെ റെക്റ്റിലീനിയർ മോഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, കർവിലീനിയർ മോഷൻ. വെൻ ആൻ ഒബ്ജക്റ്റ് ഇൻ എ ട്രാൻസ്ലേഷണൽ മോഷൻ മൂവ്സ് അലോങ് എ കർവ്ഡ് പാത്ത്, ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ കർവിലീനിയർ മോഷൻ. അതായത് ട്രാൻസ്ലേഷണൽ മോഷനിലുള്ളൊരു വസ്തു വളഞ്ഞ പാതയിലൂടെയാണ് നീങ്ങുന്നതെങ്കിൽ അത് കർവിലീനിയർ മോഷൻ. ഫോർ എക്സാമ്പിൾ, സ്റ്റോൺ ത്രോൺ അപ്പ് ഇൻ എയർ അറ്റ് ആൻ ആംഗിൾ ആൻഡ് എ കാർ ടേക്കിംഗ് ടേൺ. ഒരു കോണിൽ, ഒരു ആംഗിളിൽ വായുവിൽ വലിച്ചെറിയുന്ന ഒരു കല്ലും അതുപോലെ തന്നെ യു ടേൺ തിരിയുന്ന ഒരു കാറും കർവിലീനിയർ മോഷന് എക്സാമ്പിളാണ്. റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ എന്നാൽ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ആക്സിസിൽ നീങ്ങുകയും അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് തന്നിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ഇൻ്റർവെല്ലിൽ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ അത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ബ്ലേഡ്സ് ഓഫ് എ റൊട്ടേറ്റിംഗ് ഫാൻ, കറങ്ങുന്ന ഫാനിൻ്റെ ബ്ലേഡ്സ്, അതുപോലെ തന്നെ മെറി ഗോ റൗണ്ട്സ്, ബ്ലേഡ്സ് ഓഫ് എ വിൻഡ് മിൽ, ഇതൊക്കെ റൊട്ടേഷണൽ മോഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, പീരിയോഡിക് മോഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് തന്നിരിക്കുന്ന ഒരു ഡെഫിനറ്റ് ഇൻ്റർവെൽ ഓഫ് ടൈമിൽ സ്വയം ആവർത്തിക്കുന്ന ഒരു മോഷനാണ് പീരിയോഡിക് മോഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു പെൻഡുലത്തിൻ്റെ മോഷൻ, അല്ലെങ്കിൽ എർത്ത് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ക്ലോക്കിലെ നീഡിൽ മൂവ് ചെയ്യുന്നത്, ഇതൊക്കെ പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിൾസ് ആണ്. നോൺ പീരിയോഡിക് മോഷൻ: എ മോഷൻ ദാറ്റ് ഡസ് നോട്ട് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓർ എ മോഷൻ ദാറ്റ് ഡസ് നോട്ട് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അറ്റ് ഓൾ, ഇറ്റ്സ് കോൾഡ് നോൺ പീരിയോഡിക് മോഷൻ. കൃത്യമായ ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ ഡെഫിനറ്റ് ഇൻ്റർവെൽസിൽ സ്വയം ആവർത്തിക്കാത്ത ഒരു ചലനത്തെയാണ് നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ കാർ മൂവിങ് ഓൺ എ റോഡ്, എ ബേർഡ് ഗ്ലൈഡിങ് അക്രോസ് ദി സ്കൈ ആൻഡ് എ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ പാർക്ക്, ഇതൊക്കെ നോൺ പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഈ മോഷൻസ് എല്ലാം ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ടൈം, ആക്സിലറേഷൻ. ഒരു ബോഡി മൂവ് ചെയ്യുന്ന പാത്താണ് അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. ഒരു ബോഡി അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ തൊട്ട്, സ്റ്റാർട്ടിംഗ് തൊട്ട്
ഫൈനൽ പൊസിഷൻ വരെ എത്ര ലെങ്ത് ആണോ, എത്ര ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്തത്, അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്പീഡ്. സ്പീഡ് ഓഫ് എ ബോഡി ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ യൂണിറ്റ് ടൈം. ഒരു മിനിറ്റിൽ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് v is equal to ഡിസ്റ്റൻസ് s ബൈ ടൈം t. SI യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, സിൻസ് ഇറ്റ് ഓൺലി ഹാസ് മാഗ്നിറ്റ്യൂഡ്. നെക്സ്റ്റ് വൺ, ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഇസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസസ് ട്രാവൽ ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ഒരു ബോഡി സഞ്ചരിച്ച ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ എടുത്ത സമയം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ്. വെലോസിറ്റി. വെലോസിറ്റി ഓഫ് എ ബോഡി ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ബോഡി പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ബോഡിക്ക് വന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. യൂണിറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ബിക്കോസ് അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്, അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി. സ്റ്റാർട്ടിംഗ് വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് u എന്ന് എഴുതാം, ആൻഡ് ഫൈനൽ വെലോസിറ്റിയെ v എന്നും. സോ ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു u പ്ലസ് v ഡിവൈഡഡ് ബൈ 2. ആക്സിലറേഷൻ. ആക്സിലറേഷൻ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. ഇക്വേഷൻ എന്ന് പറയുന്നത് a is equal to ഫൈനൽ വെലോസിറ്റി v മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി u ഡിവൈഡഡ് ബൈ 2. SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. മെയിൻലി 3 ലോസ് ആണ് ഉള്ളത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് തേർഡ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് വൺ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. First law of motion states that a body at rest will remain at rest and a body in motion will remain in motion unless it is acted upon by an external force. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബാഹ്യശക്തി ഒരു ഒബ്ജക്റ്റിൽ പ്രയോഗിക്കുന്നത് വരെ റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റിലും മോഷനിലാകുന്ന ബോഡി മോഷനിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ ലോ ഓഫ് ഇനേർഷ്യ എന്നും അറിയപ്പെടുന്നു. എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു ബസ് പെട്ടെന്ന് നീങ്ങാൻ തുടങ്ങുമ്പോൾ ബസ്സിലിരിക്കുന്ന യാത്രക്കാരൻ്റെ തല സീറ്റിൻ്റെ പിൻഭാഗത്ത് അടിക്കുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത് പാസഞ്ചറിൻ്റെ ലോവർ പാർട്ട് ഓഫ് ദി ബോഡി ബസ്സിൻ്റെ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിലാണ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ഫ്രീ ആണ്. സോ പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബസ് മോഷനിലാകുന്നു, അതുകൊണ്ട് ലോവർ പാർട്ട് ഓഫ് ദി ബോഡിയും മോഷനിലാകുന്നു. പക്ഷേ ബസ്സുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത പാസഞ്ചറിൻ്റെ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ ഒരു പ്രവണത കാണിക്കുന്നു. അതുകൊണ്ടാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തല പിൻഭാഗത്തേക്ക് അടിക്കുന്നത്. ഇതുതന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ബസ്സിലെ യാത്രക്കാർ മുന്നോട്ട് പോകുന്നത്. മോഷനിലായിരിക്കുന്ന ഒരു ബസ്സിലെ പാസഞ്ചേഴ്സിൻ്റെ ലോവർ ബോഡിയും മോഷനിലാണ്. സോ അതുകൊണ്ട് പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ആകുമ്പോൾ ബസ്സുമായി കോണ്ടാക്റ്റ് ഉള്ള ലോവർ പാർട്ട് ഓഫ് ബോഡിയും റെസ്റ്റിലാകുന്നു. പക്ഷേ അപ്പർ പാർട്ട് ഓഫ് ബോഡി മോഷനിൽ തുടരാനുള്ള പ്രവണത കാണിക്കുന്നു. ഇതുകൊണ്ടാണ് ചലിക്കുന്നൊരു ബസ് നിർത്തുമ്പോൾ പെട്ടെന്ന് ബസ്സിലെ യാത്രക്കാർ മുന്നോട്ട് പോകുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ ആക്കം മാറുന്നത് ആ ഒബ്ജക്റ്റിൽ പ്രയോഗിക്കുന്ന അൺബാലൻസ്ഡ് ഫോഴ്സിന് പ്രപ്പോർഷണൽ ആകുമ്പോഴാണ്. അതായത് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. എഫ് എന്ന് പറയുന്നത് ഫോഴ്സും എം എന്ന് പറയുന്നത് ബോഡിയുടെ മാസും എ എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആക്സിലറേഷനുമാണ്. ഫോർ എക്സാമ്പിൾ, പുഷിങ് എ കാർട്ട്. ലോഡഡ് ആയിട്ടുള്ള ഒരു കാർട്ട് പുഷ് ചെയ്യുന്നതിനെക്കാട്ടിലും എം ടി ആയുള്ളൊരു കാർട്ട് പുഷ് ചെയ്തതാണ് ഈസി അല്ലേ? കാരണം ലോഡഡ് ആയിട്ടുള്ളൊരു കാർട്ട് പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ
നമ്മൾ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ മാസ് കൂടുമ്പോൾ ആ ഒബ്ജക്റ്റിനെ ആക്സിലറേറ്റ് ചെയ്യാൻ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് എക്സാമ്പിൾ, കിക്കിംഗ് എ ബോൾ. എത്ര സ്ട്രോങ്ങർ ആയിട്ടാണോ ഒരു ബോളിനെ കിക്ക് ചെയ്യുന്നത് അത് അത്രയും ദൂരം ട്രാവൽ ചെയ്യും. Stronger the force we put on it, the further away it will travel. Newton's third law of motion. To every action there is an equal and opposite reaction. ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതികരണം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബോട്ട് തുഴയുമ്പോൾ ആ ബോട്ട് മുന്നിലേക്ക് പോകാൻ ആ ബോട്ടിൻ്റെ പാഡൽ ഉപയോഗിച്ച് നമ്മൾ വെള്ളം ബാക്കിലോട്ട് നീക്കുന്നു. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് വെള്ളത്തെ പുറകോട്ട് നീക്കുന്നതാണ്. ഇങ്ങനെ വെള്ളം പുറകോട്ട് നീക്കുന്ന ആക്ഷൻ കാരണം അതിന് ഓപ്പോസിറ്റായിട്ട് ബോട്ട് മുന്നിലേക്ക് നീങ്ങുന്നു. സോ ആക്ഷൻ എന്ന് പറയുന്നത് വാട്ടറിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നതും റിയാക്ഷൻ എന്ന് പറയുന്നത് ബോട്ട് ഫോർവേഡ് മൂവ് ചെയ്യുന്നതുമാണ്. ന്യൂട്ടൺസ് തേർഡ് ലോയുടെ വേറൊരു എക്സാമ്പിളാണ് വാക്കിംഗ്. നമ്മൾ നിലത്ത് നടക്കുമ്പോൾ നമ്മുടെ കാല് നിലത്തെ പിന്നിലേക്ക് തള്ളുന്നു, പകരം നിലം നമ്മുടെ പാദത്തെ മുന്നിലേക്ക് തള്ളുന്നു. അങ്ങനെ നമുക്ക് നടക്കാൻ സാധിക്കുന്നു. സോ ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഫൂട്ട് ഗ്രൗണ്ടിനെ ബാക്ക്വേർഡ് പുഷ് ചെയ്യുന്നതും ആൻഡ് ഇൻ റിട്ടേൺ റിയാക്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫൂട്ടിനെ തിരിച്ച് പുഷ് ചെയ്യുന്നതുമാണ്. ഫ്രിക്ഷൻ. വാട്ട് ഈസ് ഫ്രിക്ഷൻ? വെൻ എ ബോഡി സ്ലൈഡ് ഓർ ടെൻസ് ടു സ്ലൈഡ് ഓൺ എ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് റെസിസ്റ്റിംഗ്, എ റെസിസ്റ്റിംഗ് ഫോഴ്സ് opposing the motion is produced at the contact surface. This resisting force is called friction or friction force. ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്ന സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്ന സർഫസ് തിരിച്ചൊരു റെസിസ്റ്റിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റെസിസ്റ്റിംഗ് ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ്. മെയിൻലി there are 4 types of friction. Static friction, fluid friction, sliding friction, rolling friction. First one, static friction. Friction experienced by a body when it is at rest is called static friction. ഒരു ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എക്സാമ്പിൾ, പുഷിംഗ് എ വാൾ. നെക്സ്റ്റ് വൺ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ is the friction that acts on objects that are moving through a fluid. ഒഴുകുന്നതും അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എടുക്കുന്നതുമായ ഒരു പദാർത്ഥമാണ് ഫ്ലൂയിഡ് അഥവാ ദ്രാവകം. ലിക്വിഡ്സും ഗ്യാസസും ഫ്ലൂയിഡ്സിൽ ഉൾപ്പെടുന്നു. ഈ ഫ്ലൂയിഡ്സിലൂടെ സഞ്ചരിക്കുന്ന വസ്തുക്കളിൽ പ്രവർത്തിക്കുന്ന ഫ്രിക്ഷനാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. എയർപ്ലെയിൻസും സ്വിമ്മേഴ്സും ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. Friction experienced by a body when it slides over another body is called sliding friction. ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, റോളിംഗ് ഫ്രിക്ഷൻ. Friction experienced by a body when it rolls over another body is called rolling friction. ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ റോൾ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഫോർ എക്സാമ്പിൾ, റൈഡിങ് എ ബൈക്ക്. ഈ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ആ ബൈക്കിൻ്റെ ടയറിനും ഗ്രൗണ്ടിനും ഇടയിൽ റോളിംഗ് ഫ്രിക്ഷനാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോളിംഗ്. ഒരു ലെയിനിന് മുകളിൽ ബോൾ റോൾ ചെയ്യുമ്പോൾ അവിടെ റോളിംഗ് ഫ്രിക്ഷനാണ് അനുഭവപ്പെടുന്നത്. ഫ്രിക്ഷൻ്റെ ചില അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രിക്ഷൻ എനേബിൾസ് അസ് ടു വാക്ക് ഫ്രീലി. ഫ്രിക്ഷൻ കാരണം നമുക്ക് സ്വതന്ത്രമായി നടക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു സപ്പോർട്ട് ലാഡർ അഗെയിൻസ്റ്റ് വാൾ. മതിലിൽ ചാരി വെച്ചിരിക്കുന്ന ലാഡറിനെ സപ്പോർട്ട് ചെയ്യാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ബിക്കംസ് പോസിബിൾ ടു ട്രാൻസ്ഫർ വൺ ഫോം ഓഫ് എനർജി ടു അനദർ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോം ഓഫ് എനർജി ആക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഒബ്ജക്ട്സ് ക്യാൻ ബി പൈൽഡ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഒബ്ജക്ട്സിനെ കൂമ്പാരമാക്കുമ്പോൾ അത് എഴുതി പോകാതിരിക്കാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വണ്ടികളുടെ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉപയോഗിച്ചാണ്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഇറ്റ് ഓൾവേസ് റെസിസ്റ്റ് ദി മോഷൻ, സോ എക്സ്ട്രാ എനർജി ഇസ് റിക്വയർഡ് ടു ഓവർകം ഇറ്റ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും മോഷനെ റെസിസ്റ്റ് ചെയ്യുന്നു, അതിനാൽ അതിനെ മറികടക്കാൻ എക്സ്ട്രാ എനർജി ആവശ്യമായി വരുന്നു. ഇറ്റ് കോസസ് വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ്. ഇത് യന്ത്രങ്ങളുടെ തേയ്മാനത്തിനും കാരണമാകുന്നു. അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ മൂവിംഗ് പാർട്ടിൻ്റെ ലൈഫ് ഡ്യൂറേഷൻ കുറയ്ക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ഫ്രിക്ഷൻ വളരെ ഉപയോഗപ്രദമാണെങ്കിലും
ചില സന്ദർഭങ്ങളിൽ ദോഷകരവുമാണ്. അതുകൊണ്ട് ഫ്രിക്ഷനെ ആവശ്യമായ തിന്മ, നെസസറി ഈവിൾ എന്നും അറിയപ്പെടുന്നു. താങ്ക് യു.